തിരുവനന്തപുരത്തെ ബി.ജെ.പിയുടെ നഗരസഭാ കൗൺസിലർ, കോർപ്പറേഷൻ കൗൺസിലറെ അറസ്റ്റ് ചെയ്തത് കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു. അതായത് കാപ്പ കേസിലെ പ്രതിയാണ്. മാസങ്ങളായി പിടികിട്ടാപ്പുള്ളിയായി നടക്കുന്നു. കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയെന്നിറങ്ങിയതിനെ തുടർന്ന് പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചാണ് ഈ പ്രതിയെ പിടികൂടിയത്. എന്നാൽ അതിനുശേഷം ഇപ്പോൾ ബി.ജെ.പി നേതാക്കൾ ന്യായീകരണവുമായി രംഗത്ത് വരികയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ മുൻ മന്ത്രിയുടെ വീട്ടിലെ പട്ടിയെ പോലെ എന്നാണ് ഒരു ബി.ജെ.പി നേതാവ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇപ്പോൾ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നു, ഞങ്ങൾ ഏത് വിധേനയും സംരക്ഷിക്കും. അതിലൊക്കെ അപ്പുറം മുൻ DGP ആയിരുന്ന ശ്രീലേഖ പറയുന്നു, പോലീസ് ഉദ്യോഗസ്ഥർക്ക് തെറ്റുപറ്റി. ഒരു ക്രിമിനലിനെ പിടികൂടിയപ്പോഴാണ് ശ്രീലേഖ പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് തെറ്റുപറ്റിയെന്ന്. യഥാർത്ഥത്തിൽ BJP 3 MLA-മാരെ ലഭിക്കുമ്പോഴേക്കും നിയമത്തെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യമാണോ കേരളത്തിലുള്ളത്? BJPക്ക് പൊതുവെ നിയമത്തോട് വലിയ ബഹുമാനമൊന്നുമില്ല. അവർക്ക് അനുകൂലമാണെങ്കിൽ നിയമത്തോട് അനുകൂലം, അല്ലെങ്കിൽ അല്ല. അത്രേ ഉള്ളൂ BJPയുടെ ഒരു നിലപാട്. അപ്പൊ ഇവിടെ മാത്രമല്ല, ദേശീയ തലത്തിൽ തന്നെ. ഇവിടെ സംഭവിച്ചൊരു കാര്യം, കാപ്പ കേസിലെ ഒരു പ്രതിയാണ്. വാഴോട്ടുകോണം കൗൺസിലറാണ്. ഒരു കൗൺസിലറെ അറസ്റ്റ് ചെയ്യാൻ ആളുകൾ ഓടിക്കൂടി അറസ്റ്റ് അങ്ങനെ വരണു. സ്വാഭാവികമായ ഒരു കൗൺസിലർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആക്സസബിൾ ആയ ഒരാളാണ്, അല്ലേ? അപ്പോൾ നമുക്ക് കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടില്ല. ഒരു MLA, ഒരു കൗൺസിലർ എന്നൊക്കെ പറഞ്ഞാൽ കണ്ടെത്താൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഈ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. 2 മാസമായി കിട്ടിയില്ല. കാപ്പ കേസുണ്ട് പുള്ളിയുടെ പേരിൽ. അങ്ങനെയുള്ള ഒരു കേസിൽ പോലീസ്, നമ്മൾ മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. വീട്ടിലിരിക്കുന്ന അമ്മയമ്മായിട്ടിരിക്കുന്ന ഒരാളെ വീടാകെ വളഞ്ഞ് പോലീസ് അങ്ങനെ പിടിക്കേണ്ട കാര്യമില്ല. ആവശ്യത്തിൽ കൂടുതൽ ഫോഴ്സ് വേണ്ട, നമ്മളെപ്പോഴും പറയുന്ന ഒരാളാണ്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? ഇയാൾ വീട് വളഞ്ഞപ്പോൾ ഇയാൾ ഇറങ്ങി മതിലിയാടി ഓടി. മതിലിയാടിയപ്പോൾ പിന്നെ പോലീസിന് മേലോട്ട് വെടിവെക്കില്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ സ്വാഭാവികമായി ഇയാളെ വരട്ടാൻ വേണ്ടി വെടിവെക്കും. അത് ആളെ വെടിവെക്കുന്നതല്ല, അത് പോലീസിന്റെ ഒരു രീതിയാണ്. ആകാശത്തേക്ക് വെടിവെക്കും. അങ്ങനെ അയാൾ പിടിക്കുക എന്തോ അയാൾ ചെയ്തു. ഇവിടെ നിയമപരമായി തെറ്റുണ്ടോ? ഈ ആളുകളെ ഇങ്ങനെ വീട് വളഞ്ഞ് വെടിവെച്ച് പിടിക്കുന്നത് ശരിയല്ല എന്ന് മുരളീധരൻ പറഞ്ഞു. ഞാനത് യോജിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ വാർഡിലെ, അല്ല അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ഒരാളാണ്. സ്വാഭാവികമായും ഏത് പാർട്ടിക്കാരനായാലും അദ്ദേഹത്തെ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ അംഗീകരിക്കില്ല. അത് വേറെ വിഷയം. പക്ഷെ BJP ഏറ്റവും അത്ഭുതകരം, ഇന്നലെ മിണ്ടിയില്ല എന്നുള്ളത്. ഈ സംഭവം നടന്നിട്ട് 48 മണിക്കൂറോളം BJP മിണ്ടിയില്ല. മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖർ ആദ്യം പറഞ്ഞത് ഞാൻ കേട്ടത്, അത് നിയമപരമായി പോട്ടെ എന്നുള്ളൊരു നിലപാടാണ്. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്നാണല്ലോ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ഒരു പ്രധാന സംഗതി. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ, നമ്മൾ നമ്മുടെ വഴിക്ക് പോകും എന്നുള്ള രൂപത്തിൽ. ഇപ്പോഴാണ് വലിയ തോതിൽ വിമർശനം രാജീവ് ചന്ദ്രശേഖരന് BJP അണികളിൽ നിന്ന് കിട്ടി. ഞാൻ സോഷ്യൽ മീഡിയ കാണുന്നുണ്ട്. എനിക്കൊക്കെ രാജിവെച്ച് പൊക്കൂടെ, താനൊക്കെ എന്തിനാ അവിടെ ഇരിക്കണേ? താഴെ തട്ടിലുള്ള പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യും? കാരണം ഇപ്പം നമ്മൾ പല കേസുകളിലും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ CPM-ന്റെ പല കേസുകളിലും ഈ പറഞ്ഞ ജയരാജന്മാർ പിടിച്ചിറക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ BJP അങ്ങനെ ചെയ്യണ്ട എന്ന് പാവം രാജീവ് ചന്ദ്രശേഖർ വിചാരിച്ചതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും രാജീവ് ചന്ദ്രശേഖരനെതിരെ വലിയ പൊങ്കാല സോഷ്യൽ മീഡിയയിൽ വന്നു. അതിന് കാരണം സ്വാഭാവികമാണ്. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു പാർട്ടി, ഒരു പ്രവർത്തകൻ എന്ത് തെമ്മാടിത്തരം ചെയ്താലും ആ പാർട്ടി സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരു പൊതു നിലപാട്. അവൻ മറ്റേ സ്ത്രീകളെ ഉപദ്രവിച്ചാലും, മോഷണം നടത്തിയാലും, വേറെ എന്തെങ്കിലും വലിയ അതിക്രമം ചെയ്താലും, ബോംബ് വെച്ചാലും, അവനവൻ്റെ പാർട്ടിക്കാർ വെട്ടിക്കൊന്നാലും അവനവൻ്റെ പാർട്ടിക്കാർ സംരക്ഷിക്കുക എന്നുള്ളത് അത് ജനാധിപത്യത്തിൻ്റെ രീതിയല്ല. ഒരുപക്ഷെ ഈ രാഷ്ട്രീയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വരാത്തതുകൊണ്ട് അത് രാജീവ് ചന്ദ്രശേഖരന് മനസ്സിലായി ഉണ്ടാവില്ല. അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വരുന്നവർക്ക് അറിയാം, നാളെ അവനോട് പോയി നാളെ അദ്ദേഹം നിൽക്കുമ്പോൾ വോട്ട് ചോദിക്കണമെങ്കിലും ഇയാൾ തന്നെ വേണം. പിന്നെ ശ്രീലേഖയുടെ കാര്യം നമ്മൾ പറയാതിരിക്കാൻ, ശ്രീലേഖ മുമ്പ് പോലീസ് പുല്ലാണ് എന്ന് പറഞ്ഞിട്ട് അവര് DGP ആയിരുന്ന ഒരാൾ പെട്ടെന്ന് പോലീസ് പുല്ലാണെന്ന് പറയുക, കേരളത്തിൽ മുഴുവൻ ലവ് ജിഹാദ് വിവാഹം നടക്കുന്നു എന്ന് പറയുക, ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് ശ്രീലേഖയുടെ കമന്റിന് പ്രത്യേകിച്ച് ഒരു അർത്ഥമില്ല. അവർ താഴെയും പ്രവർത്തിച്ചിട്ടില്ല, മുകളിലും പ്രവർത്തിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അവർക്ക് പറയാൻ ഒരു കാരണം വേണമെന്നുള്ളൂ. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ പറയാതിരുന്ന് ഇതുകൊണ്ടാവും. കാപ്പ കേസിലെ പ്രതിയൊക്കെയാണ്, പിന്നെ പുലിവാലായെങ്കിലും CPM-ന്റെ പോലെ കാപ്പ കേസ് പ്രതിയെ മാലയിട്ട് സ്വീകരിക്കാനൊന്നുള്ള ധൈര്യം അയാൾക്ക് ഉണ്ടാവില്ല. പക്ഷേ പാർട്ടി അണികൾക്ക് അത് പോരാ. പാർട്ടി അണികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയായാലും എന്ത് തെമ്മാടിത്തരം ചെയ്താലും സംരക്ഷിക്കണം. നേതാവ് എന്ന് പറഞ്ഞാൽ ഈ എല്ലാ കൊള്ളക്കാരെയും സംരക്ഷിക്കുന്ന ആള് എന്നുള്ളതാണ് നമ്മുടെ ഒരു പൊതുവിശ്വാസം. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബോധോദയം ഉണ്ടാവുകയും അങ്ങനെ ചെയ്യാൻ ചെയ്യും. യഥാർത്ഥത്തിൽ ഈ കേസിനെ അതിൻ്റെ മെറിറ്റിൽ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് ബാക്കിയുമൊക്കെ പോട്ടെ.
തീർച്ചയായും പോലീസിന് വിലയിരുത്താവുന്ന ഒരു കാര്യം ഈ വെടിയൊന്നും വെക്കാതെ ഇയാളെ പിടിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അത് പോലീസാണ് പറയേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്ന ആഭ്യന്തരമന്ത്രി ഈ അറസ്റ്റ് ചെയ്ത ആളെ അഭിനന്ദിച്ചു വിളിച്ചെന്നാണ്. SHOനെയാന്ന് തോന്നുന്നു, ഉദ്യോഗസ്ഥനെ, പോലീസ് ഉദ്യോഗസ്ഥനെ അവരെ അഭിനന്ദിച്ചു. കാരണം പിടികിട്ട പുള്ളിയെ പിടിച്ചു എന്നുള്ളതാണ്. അത് ഏത് പോലീസുകാരും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഏത് ആഭ്യന്തരമന്ത്രി അത് ഇഷ്ടപ്പെടുകയും ചെയ്യും. പക്ഷെ ഇപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ ഇയാൾ കാപ്പ കേസിൽ പ്രതിയാണോ അല്ലയോ എന്നുള്ള തർക്കമൊക്കെ വേറെ രീതിയിൽ വരുന്നുണ്ട്. ഏറ്റവും ഒടുവിലാണ് അയാളുടെ പേരിൽ കാപ്പ കേസ് ചുമത്തിയത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും അയാൾ ആർ സുഗതൻ ജയിലിലായി. ഇനി അയാൾക്ക് വിട്ടുപോരാത്തിരി എളുപ്പമല്ല. കാരണം കാപ്പ കേസാണെങ്കിൽ ജാമ്യം കിട്ടാനും വലിയ ബുദ്ധിമുട്ടാണ്. അയാൾ കൗൺസിലറാന്നുള്ളത് കാര്യമില്ല. ഒരു ശിക്ഷ കിട്ടിയാലുള്ള കൗൺസിലർ സ്ഥാനം പോകും. അപ്പോൾ BJP ലേശം വെട്ടിലാണ് അവിടെ എന്ന് തന്നെയാണ് കാണുന്നത്. ഇതുകൊണ്ട് ഈ ബഹളം ഉണ്ടാക്കിയിട്ട് BJPക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല. നിയമപരമായി ഫൈറ്റ് ചെയ്താലേ സംരക്ഷിക്കാൻ പറ്റിയാൽ നല്ലത്. തിരുവനന്തപുരം നഗരസഭ നമുക്കറിയാം BJPക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല. 2 സ്വതന്ത്രന്മാരുടെ പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ ഭരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ കൗൺസിലർ അയോഗ്യനാകുകയാണെങ്കിൽ, അതായത് ഇന്ന് ശബരിനാഥ് കത്ത് കൊടുത്തിട്ടുണ്ട്, പ്രത്യേക കൗൺസിൽ യോഗം വിളിച്ച് അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭ സെക്രട്ടറിക്ക്. അത്തരത്തിൽ ഈ കൗൺസിലർ അയോഗ്യനാവുകയും ആ 2 കൗൺസിലർമാർ മറുകണ്ഠം ചാടുകയും ചെയ്താൽ, അല്ലെങ്കിൽ BJPക്കുള്ള പിന്തുണ പിൻവലിക്കുകയും ചെയ്താൽ ഏതെങ്കിലും തരത്തിൽ ഭരണത്തിനെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? ഭരണത്തിനെ ബാധിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം എന്താ വെച്ചാൽ LDF UDF ഒന്നിച്ചു നിന്ന് ഒരാളെ പിന്താങ്ങും എന്നുള്ള സംശയമാണ്. അപ്പോഴും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആണ്. ഇപ്പൊ പാലക്കാട് നഗരസഭ, തൃപ്പൂണിത്തുറ നഗരസഭ ഒക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുകയും LDF UDFും 2-3 സ്ഥാനങ്ങളിൽ വരികയും ചെയ്താൽ, ഇപ്പൊ പാലക്കാടാണെങ്കിൽ 2ാം സ്ഥാനത്ത് UDF ആണ്, 3ാം സ്ഥാനത്ത് LDF ആണ്. തൃപ്പൂണിത്തുറയാണെങ്കിൽ തിരിച്ചാണ്, LDF 2ാം സ്ഥാനത്തും UDF 3ാം സ്ഥാനത്തുമാണ്. അവരൊന്നിച്ചു നിന്നാൽ ഒരുപക്ഷെ ഭൂരിപക്ഷം ഉണ്ടാവും. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ഞാൻ കാണുന്നത്. ഭരണം പോകാനുള്ള സാധ്യത കുറവാണ്, പക്ഷേ നാണക്കേടാണ്. ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് BJPയുടെ ഒരു സംഘടനാ സംവിധാനം, അതായത് കണ്ണൂർ ജില്ലയിലൊക്കെ നമുക്കറിയാം ഒരു കാലത്ത് CPM-ഉം BJP-യും നേർക്കുനേറുള്ള സംഘർഷവും ഒരു കൊലപാതകവും എല്ലാം. എന്നാൽ ഇടക്കാലത്ത് അതെല്ലാം നിലച്ചിരുന്നു. പക്ഷെ കണ്ണൂരിന് പകരം ഇപ്പോൾ ആ ഒരു തരത്തിലേക്ക് തിരുവനന്തപുരത്തെ BJP മാറിയെന്ന് CPM നേതാക്കന്മാരടക്കം പറയുന്നു. അതായത് തിരുവനന്തപുരത്തെ BJP അക്രമത്തിന്റെ ശൈലിയിലേക്കും അവർക്ക് സംഘടനാപരമായി കുറച്ച് വളർച്ച ഉണ്ടായിട്ടുണ്ടെന്നൊരു യാഥാർത്ഥ്യമാണ്. തിരുവനന്തപുരത്തെ ഒരു രാഷ്ട്രീയ ശൈലി ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോകുന്നതിൽ BJPക്ക് ഒരു പ്രധാന പങ്കുണ്ടെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ? ഒരിക്കലും നിഷേധിക്കില്ല. കാരണം BJPക്ക് നല്ല പങ്കുണ്ട്. അവിടെ പങ്കുണ്ടെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അവിടെ ഈ കൈക്കരുത്തിൽ എപ്പോഴും CPM വളരെ മുമ്പിലായി. ചാലയും അതുപോലെയുള്ള കുറേ പ്രദേശങ്ങളാണ്. അവിടെ CPM-നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. ഇടക്കാലം കൊണ്ട് BJP ആ പ്രദേശങ്ങളിൽ കടന്നു കയറിയിട്ടുണ്ട്. ഈ പവർ പോകുന്ന സ്ഥലത്തേക്ക് പോകുന്ന കുറേ ഗുണ്ടാ സംഘങ്ങളുണ്ട്. അവർ കുറേ പേർ BJPയുടെ കൂടെ പോയിട്ടുണ്ടാവാം, ഇല്ല ഞാൻ പറയുന്നില്ല. അങ്ങനെ വരുമ്പോൾ BJPക്ക് ഇനി അവിടെ വളരണമെങ്കിൽ സംഘർഷം ഉണ്ടായേ പറ്റൂ. അത് ഏതെങ്കിലും തരത്തിൽ വർഗീയ സംഘർഷമാവാം, രാഷ്ട്രീയ സംഘർഷമാവാം. പക്ഷെ കണ്ണൂരിലെ പോലെ അവർക്ക് അങ്ങനെ കിട്ടിക്കൊള്ളുന്നില്ല. കാരണം തിരുവനന്തപുരം ഒന്ന് തലസ്ഥാനമാണ്. പിന്നെ ലോ ആൻഡ് ഓർഡർ കണ്ണൂരിലെ പോലെ അല്ല, ചിലപ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആവും. അത് എനിക്ക് തോന്നുന്നു ഈ ഒരൊറ്റ സംഭവം BJPക്ക് കൊടുത്ത ഒരു സിഗ്നലാണ്. വല്ലാതെ കടന്നുപോയാൽ വെടിവെക്കണി ഞങ്ങൾ മടിക്കില്ല എന്ന് പറയാനുള്ള ഒരു സിഗ്നലായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് BJPക്ക് കണ്ണൂരിലെ പോലെ BJPക്കും പറ്റില്ല, CPM-നും പറ്റില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയത്തിലേക്ക് പോകാൻ അവർക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അവർ ശ്രമിക്കുമെന്നത് സത്യവുമാണ്.